ജനങ്ങൾ എങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ജനകീയനെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും സുരക്ഷയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് ആവശ്യമില്ല. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഒരു യുദ്ധസന്നാഹവും ഇല്ലാതെ എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളി പള്ളിയിൽ ചെന്നിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇറങ്ങി നടന്ന അച്യുതാനന്ദൻ സഖാവ് എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. AK ആന്റണി ഉണ്ടായിരുന്നു, EK നയനാർ ഉണ്ടായിരുന്നു. എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിച്ച് EK നയനാർ മുതൽ ഇങ്ങോട്ട് നോക്കും. ഞാൻ മുൻപത്തെ കാര്യം പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഒന്ന് കേട്ടിട്ട് വരാം. പ്രസിഡന്റ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഉഷയുടെയും ഹർഷിനയുടെയും എക്സ്റേ സർക്കാർ പൈസ ഉപയോഗിച്ചിട്ട് ഒന്നാം പേജിലൊന്ന് കൊടുക്കട്ടെ ഒരു ജാക്കറ്റായിട്ട്. ഈ ഗവൺമെന്റിന്റെ വലിയ നേട്ടങ്ങളാണല്ലോ ഉള്ളിൽ കൊടുത്തത്. KPC പ്രസിഡന്റ് ചോദിച്ചല്ലോ, ഉഷയുടെയും ഹർഷിനയുടെയും എക്സ്റേ ഒന്നാം പേജിൽ ഒരു ജാക്കറ്റായിട്ട് വലിയ പരസ്യമായിട്ട് PRD ഒന്ന് കൊടുക്കട്ടെ. സർക്കാരുകൾക്കെതിരെ വന്ന പത്രവാർത്തയാണ് കൊടുക്കുകയാണെങ്കിൽ പത്രം എത്ര അച്ചടിച്ചാലും തീരാത്ത അത്രയും വാർത്തകൾ ഈ ഗവൺമെന്റുകൾക്കെതിരെ വരുന്നില്ലേ? ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വന്ന എത്രയോ വിഷയങ്ങളില്ല. പ്രസിഡന്റ് പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം AKG സെന്ററിൽ പണമെടുത്ത് ചെയ്തോട്ടെ. പൊതുഖജനാവിലത്തെ പൈസ എടുത്തിട്ടല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ കമ്പാരിസന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിന്റെ പ്രചരണങ്ങൾ തള്ളിമറിക്കുന്നുണ്ടല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ കിഫ്ബിയെ പോലും ഒരു PRD ഏജൻസിയെ പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണം കോടിക്കണക്കിന് രൂപ 9.5% വരെ പലിശക്ക് എടുക്കുന്നു പറഞ്ഞ പൈസ എടുത്തിട്ട് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് ഈ പൊളിറ്റിക്കൽ പരസ്യത്തിന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നത്. അത് PRDയുടെ ഡ്യൂട്ടി അല്ല. ഇതിലെന്താണ് ഷാഫി പറമ്പിൽ പറയുന്നത്? ഇതിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ PR ഡിപ്പാർട്ട്മെന്റ് പരസ്യം ചെയ്യുന്നതിനൊന്നും ഇവിടെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇവിടെ യാതൊരു പരാതിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഫുള്ള് നുണകൾ എന്നൊക്കെ പറഞ്ഞ് VD സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പത്രത്തിൽ പരസ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ TV ചാനലുകളിൽ പരസ്യം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ എന്ത് ഭരണ നേട്ടമാണ് നിങ്ങൾ ഈ PR വർക്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, വികസന പദ്ധതികൾ, അല്ലെങ്കിൽ സർക്കാർ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് PR ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് പരസ്യം ചെയ്യാം. അല്ലാതെ നിങ്ങളിത് രാഷ്ട്രീയ ലാഭം നോക്കി, CPM എന്നൊരു പാർട്ടിയുടെ രാഷ്ട്രീയ ലാഭം നോക്കി സർക്കാർ പൊതു ഖജനാവിൽ നിന്നും പൈസ എടുത്ത് ഇങ്ങനെ ധാരാളിക്കുന്നതിനെയാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ നാട്ടിലെ പൊതുജനങ്ങൾ തുടങ്ങി, ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ തുടങ്ങി, ഈ നാട്ടിലെ എതിർ രാഷ്ട്രീയക്കാർക്കെല്ലാം ഉണ്ട്. അതിനകത്ത് നിങ്ങൾ എന്തിനാ ഇത്ര ദണ്ണപ്പെടുന്നേ? ഞങ്ങളുടെ പൈസയാണെന്നേ, ഞങ്ങളുടെ നികുതിപ്പണമാണ്. സർക്കാരിലേക്ക് ഞങ്ങൾ ഈ സാധാരണക്കാർ ഉൾപ്പെടെ ഒരു എന്താണ് പറയുന്നത്, ഒരു മുട്ടായി മേടിച്ചാൽ പോലും ഈ പറയുന്ന GST ആയിട്ട് അടയ്ക്കുന്ന, അതിൽ നിന്നും കേന്ദ്രം തരുന്ന പൈസയാണ്, പൊതുജനങ്ങൾ അടയ്ക്കുന്ന പൈസയാണ്. നികുതിപ്പണം എടുത്ത് ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിയുടെ ലാഭത്തിന് വേണ്ടി ധാരാളിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നെ? നിങ്ങളെ ഈ നാട്ടിൽ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് നിങ്ങളുടെ പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ജനങ്ങൾക്ക് നന്മ ചെയ്യാനും നന്മ പ്രവർത്തികൾ ചെയ്യാനും വേണ്ടി ഒരു സർക്കാർ വേണം. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാർ മൂലമേ അങ്ങനെ ഭരണം നടക്കത്തുള്ളൂ. അതിന് ജനാധിപത്യ പ്രക്രിയയായ ഇലക്ഷനിലൂടെയാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഇലക്ഷൻ മുന്നിൽ കണ്ട് നിങ്ങൾ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എന്ത് ചെയ്തു? പരസ്യം ചെയ്തു, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങളുടെ പാർട്ടി പരസ്യം ആവരുത്. നിങ്ങൾ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾക്കുള്ള മറുപടിയും നിങ്ങൾ PR ഡിപ്പാർട്ട്മെന്റിനെ വെച്ചിട്ട് പരസ്യമായിട്ട് സർക്കാരിന്റെ പൈസ എടുത്തല്ല ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ പാർട്ടി പൈസ എടുത്ത് ചെയ്യണം. AKG സെന്ററിൽ നിന്നും പാർട്ടി പൈസ എടുത്ത് ചെയ്യണം. അല്ലെങ്കിൽ നാട്ടിലിറങ്ങി പിരിച്ച് അതിന്റെ പരസ്യങ്ങൾ കൊടുക്കണം. പറയുന്നത് മനസ്സിലായോ? അല്ലാതെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഷാഫി പറമ്പിൽ ഇത് പറഞ്ഞ കണക്കൊരു കാര്യം. അങ്ങനെ നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ഉഷയുടെയും ഹർഷീനയുടെയും കൂടെ എക്സ്റേ എടുത്ത് ഫ്രണ്ട് പേജിൽ അങ്ങോട്ട് കൊടുക്ക്. അതിലും വലിയ പരസ്യമില്ല. ഇവിടുത്തെ ആരോഗ്യ മേഖല എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം വെൽ എക്യുപ്ഡ് ആണ് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലമുള്ള 2 എക്സ്റേകളാണ്. ആ 2 എക്സ്റേയിൽ തീരുന്നില്ല, തീരാത്ത എത്രയോ എണ്ണമുണ്ട്. വേണുവും വിനോദിനിയും പോലെ തുടങ്ങി എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ. അപ്പം അവരുടെയൊക്കെ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാ. അപ്പൊ അതിന്റെ മേളിൽ കൂടെ നിങ്ങൾ കേരളത്തിലെ പൊതുജനത്തിന്റെ പൈസയും കൂടെ എടുത്ത് ഇങ്ങനെ ധാരാളിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളോട് പറയാൻ ഒരു മറുപടിയില്ല. സത്യം, പൊതുജന അഭിപ്രായം നിങ്ങൾ ഇറങ്ങി നോക്കണം. നിങ്ങൾ ഈ മറ്റേ AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം കൊണ്ട് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ട് ഒന്ന് ചോദിക്കുന്നേ ഭരണം എങ്ങനെ ഉണ്ടെന്ന്. ആൾക്കാർ പറഞ്ഞു തരും. ഭരണം എങ്ങനെ ഉണ്ടെന്ന്, ഭരണം നല്ലതായിരുന്നു എന്നുണ്ടെങ്കിൽ 50 കാറിന്റെ അകമ്പടിയിൽ മറ്റേ യുദ്ധസന്നാഹത്തിലൂടെ ഇതിലേക്കൂടെ ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു യുദ്ധസന്നാഹവും ഇല്ലാതെ എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളി പള്ളിയിൽ ചെന്നിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ.
ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇറങ്ങി നടന്ന അച്യുതാനന്ദൻ സഖാവ് എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. AK ആന്റണി ഉണ്ടായിരുന്നു, EK നയനാർ ഉണ്ടായിരുന്നു. എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിച്ച് EK നയനാർ മുതൽ ഇങ്ങോട്ട് നോക്കും. ഞാൻ മുൻപത്തെ കാര്യം പറയുന്നില്ല, എനിക്ക് ഓർമ്മയുള്ള കാര്യം മുതലേ പറയാൻ പറ്റത്തുള്ളൂ. EK നയനാരും AK ആന്റണി, അച്യുതാനന്ദനും ഇപ്പോ ഉമ്മൻചാണ്ടിയും അങ്ങനെയുള്ള ആളുകൾ ഭരിച്ചിരുന്ന ഈ നാട്ടില് ജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഇറങ്ങാൻ ഒരു പേടിയില്ലായിരുന്നു. ഒരു മറ്റേ യുദ്ധസന്നാഹം ഇല്ലാത്ത രീതിയിലായിരുന്നു അവർ ഇതിലെ കൂടെ പൊക്കോണ്ടിരുന്നത്. എന്തെങ്കിലും ഭീഷണിയുള്ള സമയത്ത് മാത്രമേ അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതെ, അതൊക്കെ അപൂർവ സാഹചര്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ മുഖ്യമന്ത്രി വരുമ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ചീറിപ്പായുവാണ്. എങ്ങോട്ടാ ഈ ചീറിപ്പായുന്നത്? എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചീറിപ്പായുന്നത്? കഴിഞ്ഞ 10 കൊല്ലം എന്താ ഇവിടെ ചെയ്തേ അതിന് വേണ്ടിയിട്ട്? ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങ്. മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങുന്നേ. ഒരു ഇവിടെ എന്താണ്, ഒരു സാധാ കടയിൽ ഇറങ്ങി ഇന്നൊരു ചായ കുടിക്കുക, ആൾക്കാരോടൊന്ന് ചിരിച്ച് സംസാരിക്കുക. കേരളത്തിൽ ജനങ്ങൾ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെ അങ്ങനെ ആയിരുന്നു. പറഞ്ഞു മനസ്സിലായോ? കേരളം കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെ അങ്ങനെ ആയിരുന്നു. ഇങ്ങനെയുള്ള പേടിയുള്ളവരൊക്കെ എന്തിനാണ് ഈ സ്ഥാനത്തിന് വേണ്ടി ഇരിക്കുന്നത്? കഷ്ടം തന്നെ. ജനങ്ങളെ ഇത്രയും പേടിയാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ ഇത്രയേറെ പേടിക്കുന്ന എന്തിനാ നിങ്ങൾ? ആ പേടിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കും എന്നുള്ള പേടിയാ. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളൊന്നും നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല. ജനങ്ങളോട് ഇറങ്ങി നിന്ന് സംസാരിക്കാൻ പേടിയാന്ന് നിങ്ങളുടെ മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പേടിക്കുന്നത്? അതെല്ലാം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി PR ഡിപ്പാർട്ട്മെന്റ് കോടികൾ ചെലവഴിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ചെലവഴിച്ച് പരസ്യം ചെയ്യുകയാണ്. സർക്കാർ അടിപൊളിയായിരുന്നു എന്ന്. സർക്കാർ അടിപൊളിയായിരുന്നു എന്ന് ഒരു പരസ്യം വേണ്ട. കഴിഞ്ഞ 10 കൊല്ലം കൃത്യമായി ന്യൂസ് കണ്ടിട്ടുള്ള, കൃത്യമായി വാർത്ത വായിച്ചിട്ടുള്ള, കൃത്യമായി ന്യൂസ് പേപ്പർ വായിച്ചിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അല്ലാതെ പരസ്യം ചെയ്ത് അറിയിക്കേണ്ട യാതൊരു കാര്യമില്ല. ജനങ്ങളിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുന്നേ. ഇനി ഇലക്ഷൻ വരുമല്ലയോ, ഇനിയെങ്കിലും ഈ മറ്റേ യുദ്ധസന്നാഹമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങ്. അങ്ങനെയുള്ളവരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. ജനകീയനായ മുഖ്യമന്ത്രിയാണ് ജനങ്ങൾക്ക് ആവശ്യം. ജനകീയരായ മന്ത്രിയാണ് ആവശ്യം. ജനകീയരായ ജനപ്രതിനിധികളെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അല്ലാതെ ഈ ജാട കാണിച്ച് കിടക്കുന്നവനെ ഒന്നും ആർക്കും വേണ്ട. ആർക്കും വേണ്ട. നിങ്ങൾ ആ പബ്ലിക് ഒപ്പീനിയൻ ഇറങ്ങി ചോദിച്ചു നോക്ക്, ജനങ്ങൾ എങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ജനകീയനെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും സുരക്ഷയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് ആവശ്യമില്ല. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്യം.